ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറച്ച് നാളായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇന്നൊരു സ്നോ സ്റ്റോമിലോട്ട് ഉള്ളൊരു യാത്ര കണ്ടല്ലോ. നമ്മൾ സ്നോ സ്റ്റോമിലോട്ടായിട്ട് വന്നതല്ല, നമ്മളൊരു തൃശ്ശൂരിലോട്ട് എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതായിരുന്നു. അപ്പോഴാണ് നമ്മളിന്ന് അതിരപ്പള്ളി അതേപോലെ സ്നോ സ്റ്റോം അങ്ങോട്ട് പോകാമെന്നുള്ളൊരു പ്ലാൻ പെട്ടെന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രസ്സിനൊന്നും നോക്കണ്ട, നമ്മളൊരു വിരുന്നിന് വന്നുള്ള ഡ്രസ്സിനാണ് കേട്ടോ, അല്ലാണ്ട് ട്രിപ്പിനുള്ളൊരു ഡ്രസ്സിനല്ലായിരുന്നു. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയി നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ. അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ സ്നോ സ്റ്റോമിലോട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ഉള്ളിലോട്ട് കയറി. പിന്നെ അവിടുത്തെ ഒരു ബെസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കെയറിങ് ആയിരുന്നു. നമ്മൾ മൈസൂർ പോയായിരുന്നല്ലോ. മൈസൂർ പോയപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് പാഫൂനായാലൊക്കെ നമ്മൾ തന്നെയാണ് ഡ്രസ്സിനും കാര്യങ്ങളും, അതേപോലെ നമ്മളാണ് ജാക്കറ്റൊക്കെ അങ്ങോട്ടാണ് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാക്കറ്റ് എങ്ങനെയാണ്, എവിടെ, പിന്നെ ഷൂ ഇതൊക്കെ. അപ്പോൾ അഫൂനായാലും അതൊക്കെ ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവരെന്നെ അഫൂനൊക്കെ അഫൂനും സനമോട്ടൊക്കെ അവർ തന്നെയാണ് കൂടുതലും ഡ്രസ്സിനായിട്ട് ഹെൽപ്പ് ചെയ്തത്. സോ അവന് തണുപ്പൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം മറ്റോടൊന്നും നമ്മൾ ഈ സംഭവമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ടവർ ഇട്ടിട്ടല്ല ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലൗസോട് ആ ടവർ ഇട്ട് കാരണം അവൻ്റെ കൈമേക്കുള്ള ആ അത്രയും ഒരു തണുപ്പിൻ്റെ പ്രഷർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനും അവരായിട്ട് ഇപ്പോൾ ഞാനാണ് ഇത് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അവരുടെ ആൾക്കാരനെ ചെയ്തുകൊണ്ടും അവൻ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കൂടി അവൻ മഞ്ഞിലവൻ്റെ കളിക്കാൻ പറ്റി. പിന്നെ ഇതൊരു ആളുടെ മഞ്ഞിലോട്ടാണ് പോകണമെന്നുള്ളൊരു ഐഡിയ ഒന്നും ഇപ്പോൾ ആൾക്കില്ല. ഡ്രസ്സ് ഇടുന്നു, അതിന് ഇട്ടുന്നു. ഇപ്പോൾ ഒരു പെങ്കിൻ്റെ പോലെയാണ് പിന്നെ കേട്ടോ. പിന്നെ അവൻ്റെ ഭയങ്കര ഒരു അതിശയം. അപ്പോൾ ആ ടൈമിൽ തന്നെ നമ്മളൊക്കെ അവിടെ നിന്ന് ഡ്രസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് നേരം ഒരു ടൈം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പുറത്തിരിക്കാനായിട്ട്. കാരണം അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കഴിഞ്ഞിട്ടാണ് അടുത്ത റൗണ്ടിലായിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും, എന്തായാലും ഡ്രസ്സ് ചെയ്തതല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ ഇങ്ങനെ നടന്നു.
അപ്പോൾ ഒരു 45 മിനിറ്റ്സ് ടു 1 ഹവറിൻ്റെ അടുത്തിട്ട് നമ്മൾ അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആയാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ലാസ്റ്റ് ഒരു സെക്കൻഡ്സ് എത്തിയപ്പോഴാണ് ഓവനിൻ്റെ തണുപ്പ് എക്സ്ട്രീമായത്. പിന്നെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളൊരു വർത്താനാണ് അവിടെ പറയണേ. അപ്പോൾ അവിടെ നിന്ന് എടുത്തൊരു ഫോട്ടോ ആണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരുന്നതിലേക്കും ബൈ. അസ്സലാമു അലൈക്കും.